ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പാർട്ടൻസ് യൂട്യൂബ് ചാനൽ. കെമിസ്ട്രി സ്റ്റുഡൻസിനായി സയൻസ് കരിയർ റിലേറ്റഡ് ഇൻഫർമേഷൻസ് പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു ചാനലാണിത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ സയൻസ് സ്റ്റുഡൻസിനായുള്ള കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ അഥവാ KSCSTയുടെ പ്രതിഭ സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. 2021 ജാനുവരി 31 ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകതകൾ, ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാനാവുക, എങ്ങനെ അപ്ലൈ ചെയ്യാം തുടങ്ങിയ വിവരങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. കേരളത്തിലെ സമൃദ്ധരായ വിദ്യാർത്ഥികൾക്കായി, അതും പഠന മികവിൻ്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുന്ന ഒരു സ്കോളർഷിപ്പാണ് പ്രതിഭ സ്കോളർഷിപ്പ്. ഉയർന്ന മാർക്കോടെ +2 ജയിച്ച് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സയൻസ് സബ്ജക്റ്റുകളിൽ UG ഓർ ഇൻ്റഗ്രേറ്റഡ് PG ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. സയൻസ് സബ്ജക്റ്റുകളിൽ ഹയർ സ്റ്റഡീസിനായി സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് പ്രതിഭ സ്കോളർഷിപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. പ്രതിഭ സ്കോളർഷിപ്പിന് അർഹരായ UG ഓർ ഇൻ്റഗ്രേറ്റഡ് PG സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയറിൽ 12,000 റുപ്പീസും സെക്കൻഡ് ഇയറിൽ 18,000 റുപ്പീസും തേർഡ് ഇയറിൽ 24,000 റുപ്പീസും സ്കോളർഷിപ്പായി ലഭിക്കുന്നതാണ്. ഓരോ വർഷവും നിങ്ങൾ റിന്യൂ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് UGയിൽ എല്ലാ വർഷവും സ്കോളർഷിപ്പ് ലഭിക്കുകയും മിനിമം 75% മാർക്കോടെ UG പാസ്സാവുകയും ചെയ്താൽ തുടർന്ന് നിങ്ങൾക്ക് PG കോഴ്സിനും സ്കോളർഷിപ്പായി 40,000 റുപ്പീസ് ഫസ്റ്റ് ഇയറിലും 60,000 റുപ്പീസ് സെക്കൻഡ് ഇയറിലും ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു സ്കോളർഷിപ്പിന് അർഹരാകുന്നതിലൂടെ നിങ്ങൾക്ക് റെപ്യൂട്ടഡ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ R&D ഇൻസ്റ്റിറ്റ്യൂഷനിൽ സയൻസ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസിനും സമ്മർ ഇൻറ്റേൺഷിപ്പിനും അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. ഒപ്പം ട്രിവാൻഡ്രം ഐസറിൽ നടക്കുന്ന സമ്മർ പ്രോഗ്രാംസിലേക്ക് 8 പ്രതിഭാ സ്കോളേഴ്സിന് പങ്കെടുക്കാൻ അവസരം നൽകുന്നു. ദെൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നോക്കാം. ആപ്ലിക്കൻസ് കേരള ഒറിജിൻ ആയിട്ടുള്ളവരായിരിക്കണം. +2 മൊത്തമായും സയൻസ് സബ്ജക്റ്റുകൾക്ക് മാത്രമായും മിനിമം 90% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST സ്റ്റുഡൻസ് ആണെങ്കിൽ 80% മിനിമം മാർക്ക് ഉണ്ടായാൽ മതി. കൂടാതെ കറണ്ട് അക്കാഡമിക് ഇയറിൽ ബേസിക് ഓർ നാച്ചുറൽ സയൻസ് സബ്ജക്റ്റുകളിൽ BSc ഓർ ഇൻ്റഗ്രേറ്റഡ് MScക്ക് അഡ്മിഷൻ ലഭിച്ച സ്റ്റുഡൻസിന് മാത്രമേ പ്രതിഭ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രതിഭ സ്കോളർഷിപ്പിന് അർഹരാകുന്ന സ്റ്റുഡൻസ് മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് എന്ന് ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് നോക്കാം. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അതിനായി പ്രതിഭ സ്കോളർഷിപ്പ് വെബ് പോർട്ടൽ അവൈലബിൾ ആണ്. തുടർന്ന് ആപ്ലിക്കൻസിൻ്റെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്ത് ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് മാർച്ച് ഓർ ഏപ്രിൽ മന്തോടെ പബ്ലിഷ് ചെയ്യും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവരുടെ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഏതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് തുടർന്നുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ബേസ് ചെയ്താണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റുഡൻസിനായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി www.kscste.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിന്നും പ്രതിഭ സ്കോളർഷിപ്പ് വെബ് പോർട്ടൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനായി സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ്, സ്റ്റുഡൻറ്റ് പ്രോഗ്രാംസ്, പ്രതിഭ സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നതിനായി ആപ്ലിക്കൻസ് പോർട്ടൽ 2020-21 രജിസ്റ്റർ ഹിയർ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഹയർ സെക്കൻഡറി റോൾ നമ്പർ എന്നിവ എൻ്റർ ചെയ്ത് രജിസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി പ്രൊസീജിയേഴ്സ് ഒന്ന് നോക്കാം. നിങ്ങളുടെ പക്കൽ ഒരു വാലിഡ് മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതുപോലെ 150 വിഡ്ത്ത് ആൻഡ് 200 ഹൈറ്റ് പിക്സൽ ഡയമെൻഷൻസ് ഉള്ള റീസെൻ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇമേജും ഉണ്ടായിരിക്കണം. ദെൻ മുമ്പ് കണ്ടതുപോലെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ലഭിക്കുന്ന OTPയും 6 ക്യാരക്ടേഴ്സ് ഉള്ള നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും എൻ്റർ ചെയ്ത് രജിസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്യുക. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആകുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ലോഗിൻ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് സ്റ്റുഡൻറ്റ് ഡേറ്റാ ഷീറ്റ്, ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, കമ്മ്യൂണിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പ്ലേസ് ഓഫ് ഒറിജിൻ്റെ പ്രൂഫ് സർട്ടിഫിക്കറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻ തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡൗൺലോഡ്സിൽ നിന്നും ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയും ഇത്തരം സയൻസ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.